അങ്ങനെ ഞങ്ങൾ ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. വളരെ വൈകി രാത്രി. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ഇതിലേക്കാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല. പോകുമ്പോഴുള്ള പാതകൾ ഇങ്ങനെയാണ്, വളരെ രസകരമായുള്ള പാതകളും മറ്റുമാണ്. പല റൗണ്ട് അബൌട്ട്സും പല മേൽപ്പാലങ്ങളും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു സ്ഥലം. ഷാങ്ഹായ് ആണിത്. ഇവിടെ ഇങ്ങനെ പല കുതിരകളുടെ രൂപമെല്ലാം വെച്ചിരിക്കുന്നു. അത് പിന്നിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യും. ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് ചെക്ക് ഇൻ ചെയ്യുകയാണ്. കുറച്ച് നേരം ഒന്ന് കണ്ണടയ്ക്കണം. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടുന്ന് പോകും. രാവിലെ എന്ന് പറയുന്നില്ല, ഇപ്പം തന്നെ ഇന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നു. കഴിച്ച പാടെ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. ഇന്ന് ചൈനയോട് വിട പറഞ്ഞ് എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് പോകുന്നു. അവർ വന്ന അതേ ഫ്ലൈറ്റിൽ തന്നെ സിംഗപ്പൂർ എയർലൈൻസിലാണ് പോകുന്നതെങ്കിൽ ഞാൻ മലേഷ്യൻ എയർലൈൻസിലാണ് പോകുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഫ്രൂട്ട്സും മറ്റും എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ ചിത്രീകരണം എല്ലാം കഴിഞ്ഞ് ഞാനും ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ലഗേജെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഹാങ്ക്വയ് ജിങ്ജാങ് എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നലെ എന്ന് പറയുന്നില്ല, ഇന്ന് പുലർച്ചെ ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിലേക്കുള്ള പാതയാണിത്. ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇത്രയും ദിവസം ഇവിടെ സഞ്ചരിച്ച പല യാത്രകളും അതുമെല്ലാം മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. ഓർത്തിരിക്കെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തെത്തി. ചെക്കിനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ചൈന എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു രാജ്യം, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ വന്ന് കവർ ചെയ്തത്. വ്യത്യസ്തമായൊരു യാത്ര, വ്യത്യസ്തമായ നഗരങ്ങൾ, ഇതെല്ലാമാണല്ലോ ഒരു യാത്രയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം. ഞാനങ്ങനെ നമ്മളുടെ ലോഞ്ചിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വലിയൊരു ലോഞ്ചൊന്നുമല്ല, ചെറിയൊരു ലോഞ്ചാണ്. അങ്ങനെ അവിടെ നിന്ന് ചെറിയൊരു ഭക്ഷണം കഴിച്ച് ഞാൻ വീണ്ടും തിരിച്ച് ഇവിടുന്ന് ഒരു ചെറിയ ട്രെയിൻ വിളിച്ചിട്ട് വേണം, അതായത് ഷട്ടിൽ ട്രെയിൻ എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഷട്ടിൽ ട്രെയിൻ. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി. ചൈന എന്ന ടെക്നോളജിക്കലി മുന്നേറി നിൽക്കുന്ന, ഇനിയും ടെക്നോളജിക്കലി മുന്നേറാൻ പോകുന്ന ഒരു രാജ്യത്തെ
എൻ്റെ ക്യാമറയിലാക്കി മറ്റൊരു രാജ്യം കൂടി ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതു രാജ്യത്തിൽ നിന്നും പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു സങ്കടം അത് എനിക്ക് ഈ രാജ്യത്തിൽ നിന്നും പോകുമ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് ഒന്നും മാറ്റിവെക്കാൻ പറ്റുന്നതല്ലല്ലോ, യാത്രകൾ മുന്നോട്ട് പോയല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ എയർപോർട്ടിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ്. ചിലർ ഇങ്ങനെ പോകുന്നുണ്ട്, വണ്ടി എന്ന പോലെ ലഗേജിൻ്റെ മുകളിലിരുന്ന്. അച്ഛനും മകളും ആണ് തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് വരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. G168 ആണ് തോന്നുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. എയറോ ബ്രിഡ്ജിലൂടെ നടത്തം തുടരുന്നു. ഇതാണ് എൻ്റെ ഫ്ലൈറ്റ്. എൻ്റെ സീറ്റ് ഇവിടെയാണ്. ഞാൻ സീറ്റിലേക്ക് ഇരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീറ്റൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞതും ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ ഷാങ്ഹായ്, ചൈനയോട് തന്നെ യാത്ര പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഷാങ്ഹായ് എന്ന് പറഞ്ഞ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കൂടി. ഇനി പതുക്കെ മുകളിലേക്ക് പറക്കുകയായി. മുകളിലെത്തുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. ചൈനയുടെ ഒരു വലിയൊരു ഏരിയ ഇവിടെ ഇങ്ങനെ കാണാം. രാത്രിയാവുന്തോറും ഞാൻ നമ്മുടെ നാട്ടിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കൊച്ചിയിലെത്തുന്നതും കാത്ത് അതിൻ്റെ ഇടയിൽ നല്ല മഴയും ഇടിയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലെത്തി അടുത്ത യാത്രയ്ക്കായി നോക്കിയിരുന്നു.